നമ്മളിൽ പലവരും ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിച്ചു പോകുന്നവരാണല്ലേ. നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ചിലപ്പോൾ സൊസൈറ്റി നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ഇല്ലാത്തതുകൊണ്ട് ഈ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടി ഉള്ളതുകൊണ്ട് ആ ഒരു കുട്ടീൻ്റെ ഫ്യൂച്ചർ ആലോചിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ ഒരു അമ്മ വേണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. വളരെ ഒരു 100-ൽ ഒരു 90% ആൾക്കാരും ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു. അതിലൊരു 10% ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഫ്യൂച്ചർ എന്തുമാവട്ടെ, സൊസൈറ്റി എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ ഭാവി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കരുതിയിട്ട് ഒരു 10% ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്നു. അവർ അവരുടേതായ ഒരു ജീവിതം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും ആ വ്യക്തിക്ക് സ്ട്രെസ്സില്ല. കാരണം ആ വ്യക്തിക്ക് സെൽഫായിട്ടുള്ള അവരുടെ വാല്യൂസ്, സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ സ്വന്തം ഹാപ്പിനെസ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു ലൈഫിലോട്ട് അവർ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അവർ കൂടെ നിർത്തി, ചിലപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ സൊസൈറ്റീനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പകരം ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് മിക്കവരും കുട്ടികൾക്ക് വേണ്ടിയും സൊസൈറ്റിക്ക് വേണ്ടി. ഈ സൊസൈറ്റി ഒന്നും നമ്മുടെ ലൈഫിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ, ഒരു ഏജ് കഴിയുമ്പോൾ അവരും പോകും. പക്ഷെ കുട്ടികൾക്കും ഇതേപോലെ തന്നെ ഈ ദിവസം നടക്കുന്ന ഈ വഴക്കുകൾ കണ്ട് 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 ഈ ഒരു കുട്ടിയുടെ ലൈഫ് വളരെ മുരടിച്ചൊരു രീതിയിലാണ് വരുന്നത്. അതിനേക്കാട്ടും നല്ലത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പെട്ട് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 പേരും പരസ്പരം സംസാരിക്കുക. 2 പേർക്കും ഈ അവരുടെ സ്വഭാവത്തിലെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. എന്നിട്ടും ആ ഒരു വ്യക്തി നമ്മളെ തിരിച്ചറിയുന്നില്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഒരു നല്ലൊരു സൊല്യൂഷൻ. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നേ ഉള്ളൂ. ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. മെൻ്റൽ ഹെൽത്ത് വീക്കാവുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹെൽത്തും വീക്കാവും. അതുകൊണ്ട് നമുക്കാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു മെഴുകുതിരി ആയിട്ട് മാറുമല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ നമ്മുടെ സെൽഫിനെ റിയലൈസ് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത്ത് റിയലൈസ് ചെയ്യുക. നിങ്ങൾ ഡിപ്പെൻഡായിട്ട് നിൽക്കാതെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ഒരു ജോബിലോട്ട് മൂവ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻകം എല്ലാം സ്റ്റേബിൾ ആക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുട്ടിയെയും നമ്മൾ കൂടെ ചേർത്ത് നിർത്തുക. ബാക്കി സൊസൈറ്റി കാര്യങ്ങൾ എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഒരു മെഴുകുതിരി ആക്കി തീർക്കരുത്.